ഞാൻ ഡോക്ടർ അൻസി ഇബ്രാഹിം, ആയുർമെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ബ്രെയിൻ ആൻഡ് ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ളൊരു രോഗമാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്നുള്ളത്. നമ്മുടെ ബന്ധുക്കൾക്കിടയിലോ നമ്മുടെ ചുറ്റുവട്ടത്തിലോ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ പല രോഗികളും ഇതുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണേണ്ടി വന്നേക്കും. എന്താണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പ് ആവുന്ന ഒരവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിനെ അറസ്റ്റ് ചെയ്യുക. അത് രണ്ട് വിധേന വരാം. ഒന്നുകിൽ അവിടുത്തെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം ഉണ്ടാവുന്ന വരാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വരാം, നമ്മുടെ രക്തക്കുഴലിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വരാം. ഇങ്ങനെ അസുഖം വരുമ്പോഴെല്ലാം ഒരു ക്രിട്ടിക്കൽ എമർജൻസി കണ്ടീഷനാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ മെഡിസിൻ തേടേണ്ടതുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടതുണ്ട്. ഇങ്ങനെ അസുഖം വരുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ടൈം, എപ്പോഴാണോ ഇത് വരുന്നത്, അതുപോലെ ലക്ഷണങ്ങളൊക്കെ അനുസരിച്ച് എവിടെയാണ് എന്താണ് പറ്റിയതെന്നും അതിൻ്റെ സാധ്യത എത്രമാത്രം നമുക്ക് തിരിച്ചു വരാം, നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതും അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് എത്രയും ലളിതമായിട്ടുള്ള രീതിയിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. അതായത് ജനറലി സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് ബി ഫാസ്റ്റ്. അതായത് ബി മീൻസ് BE. ബി അതായത് നമ്മുടെ ബാലൻസ് തെറ്റുന്ന പോലെ തോന്നുക, അതൊരു ലക്ഷണമാണ്. അതായത് നമുക്ക് സ്ട്രോക്ക് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബാലൻസ് തെറ്റുന്ന പോലെ തോന്നുക, ലെഗിനെ അഫക്റ്റ് ചെയ്യുക, അതായത് കാലുകളെ അഫക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഒരു വിഷൻ ലോസ് ആയിട്ട് തോന്നുക, അത് ഡിമിനിഷ്ഡ് ആയിട്ട് ഇത് കുറയുന്ന പോലെ ഫീൽ ചെയ്യുക. പിന്നെ ഫാസ്റ്റിൽ നമ്മുടെ ഫേസിൽ ഡ്രൂപ്പിംഗ് വരിക, മൗത്ത് ഡ്രൂപ്പിംഗ് വരിക, വായ കോടി ഒരു വശത്തേക്കൊക്കെ പോകുന്ന പോലെ വരും. അടുത്തത് അതായത് ആം വീക്ക്നെസ്, നമ്മുടെ കയ്യിൽ ബലക്ഷയം തോന്നുക. പിന്നെ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ സ്പീച്ച് ഒരു കുഴഞ്ഞ രീതിയിലൊക്കെ സംസാരമാവുക. പിന്നെ ടൈം, അത് അവിടുത്തെ ഒരു അർജൻസിയാണ് കാണിക്കുന്നത്. എമർജൻസി നമ്മൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് കെയർ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മുടെ ഓരോ ഭാഗത്തുള്ള ഒരു തളർച്ച, വീക്ക്നെസ്, ഇതൊക്കെയാണ് നമ്മൾ സ്ട്രോക്ക് കൊണ്ട് മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഫേസിൽ വരാം, കയ്യിൽ വരാം, കാലിൽ വരാം എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഏത് രക്തക്കുഴലിനെ അത് അഫക്റ്റ് ചെയ്തു എന്നനുസരിച്ചാണ് അതിലെ സിംറ്റംസ് കാണുക. ഇനി ആദ്യം തന്നെ നമ്മുടെ ടൈം അനുസരിച്ച്, ഇപ്പം നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, രാവിലെ ഉറക്കം എണീറ്റപ്പോൾ പെട്ടെന്ന് വയ്യാണ്ട് കിടക്കുന്നു, പെട്ടെന്ന് വായ കൂടിപ്പോയി, കൈ ഇതായി, പിന്നെ പയ്യെ കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ കാല് ഇതായി എന്നൊക്കെ. ചിലത് കേൾക്കാം വളരെ ആക്റ്റീവായിട്ട്, അതായത് ഒരു ഭയങ്കര ഹറിബറി ആയിട്ടുള്ള ഒരു മോളുടെ കല്യാണത്തിനൊക്കെ ആവും. അങ്ങനെ ഭയങ്കര തിരക്കുള്ള ടൈമിൽ നമ്മൾ BPയുടെ മെഡിസിനൊക്കെ എടുക്കാൻ പോയി പെട്ടെന്ന് കാല് കുഴയുന്ന പോലെ തോന്നി, പെട്ടെന്ന് തന്നെ ആൾ വീണു, അങ്ങനെയുള്ള കേസും കേൾക്കാം. ഈ ടൈം അനുസരിച്ച് നമുക്ക് ഈ പക്ഷാഘാതം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാനാവും. കാരണം നമ്മളൊരു ഏർലി മോർണിംഗ് എപ്പോഴും, അതായത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ എപ്പോഴും ഉണ്ടാവുന്നത് അവിടെ ഒരു രക്തക്കട്ട്, എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാവുന്ന സ്ട്രോക്കാണ്. ഈ സ്ട്രോക്കിൽ മിക്കപ്പോഴും കേസിൽ നമുക്കൊരു മരണത്തിലേക്ക് അത് എത്തിക്കാനുള്ള ചാൻസ് കുറവ്, അതായത് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് കമ്പയർ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ നമ്മുടെ ഒരു ഡേ ടൈം ആക്ടിവിറ്റി ടൈമിലുണ്ടാകുന്ന എപ്പോഴും രണ്ട് കാരണങ്ങൾ. അതൊരു നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളൊരു ക്ലോട്ട്, നമ്മുടെ ഹാർട്ട് എന്തെങ്കിലും ഡിസീസ് ഉള്ളവരാണെങ്കിൽ അത് അവിടെ നിന്ന് വിട്ടുമാറി ചെന്ന് രക്തക്കുഴലിൽ ലോഡ്ജ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടിയിട്ടുണ്ടാകും. ജനറലി നമ്മൾ ആൾക്കാർക്കിടയിൽ തലഞ്ഞരമ്പ് പൊട്ടുക എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതായത് മുകളിലേക്കുള്ള ബ്ലഡ് വെസൽ അവിടെ പൊട്ടിയിട്ട് ബ്ലീഡിങ് സംഭവിച്ചിട്ട് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നു. ആ ഒരു കേസിൽ, ഈ ബ്ലീഡിങ് സംഭവിച്ചുണ്ടാകുന്ന കേസിൽ അവിടെ മരണനിരക്ക് വളരെ കൂടുതലാണ്. എന്നാൽ പോലും നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് റിക്കവറി, അത്യാവശ്യം നല്ല റിക്കവറി നമുക്ക് സാധ്യമാവുന്നതാണ്. നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈപ്പ് സ്ട്രോക്കിൽ നമുക്ക് നല്ലൊരു റിക്കവറി പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ ഈ സ്ട്രോക്ക് വന്ന് പക്ഷാഘാതം കഴിഞ്ഞ ശേഷം അതിൻ്റെ പല ടൈപ്പിലും അതിൻ്റെ നമ്മുടെ സിംറ്റംസ് കൂടി വരികയാണ്. അപ്പോൾ ആദ്യം ഒന്ന് മുഖം വീക്കായ പോലെ, വായൊന്ന് കൂടി പോലെ തോന്നുക, പിന്നെ കയ്യിലേക്ക് പയ്യെ തരിപ്പ് വരിക, പിന്നെ ഒരു സൈഡ് തളർന്ന പോലെ, ഒരു സൈഡാണ് അഫക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ക്ലോട്ടെങ്കിൽ, റൈറ്റ് സൈഡിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡായിരിക്കും ഫുള്ള് വീക്കായിട്ട് പോകുന്നതും ലക്ഷണങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇനി ലെഫ്റ്റ് സൈഡിലാണല്ലോ റൈറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ സിംറ്റംസ് എല്ലാം വരും. അപ്പോൾ അത് ചിലതിൽ ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ ആൾ വീണു, ഭയങ്കര ബുദ്ധിമുട്ട് വന്നു എന്നൊക്കെ വരാം. അതാ ഞാൻ പറഞ്ഞല്ലോ മുന്നേ, നമ്മുടെ ക്ലോട്ട്, അതായത് അവിടെ ചെന്നൊരു സാധനം അടഞ്ഞു വരുന്നതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ വരിക. ചില ഇതിൽ ആദ്യം പയ്യെ ഒന്ന് വായ കൂടിയ പോലെ തോന്നും, അല്ലെ കാലൊന്ന് തരിപ്പ്, നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ പയ്യെ കയ്യും കൂടെ തരിക്കാൻ തുടങ്ങി. അങ്ങനെ പയ്യെ ടൈം എടുത്തൊരു 6 മണിക്കൂർ കൊണ്ട് അത് ഡെവലപ്പ് ചെയ്ത് വരാം. അതും സ്ട്രോക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ പൊട്ടുമ്പോഴാണ് നോർമലി അത് വരിക. അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ എന്താ, ആ പൊട്ടിയത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവത്തിലും ഒരു മുറിവുണ്ടാവുന്ന പോലെ ബ്ലീഡ് ഇരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സിംറ്റംസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരം കണ്ടീഷനിലെല്ലാം എത്രയും പെട്ടെന്ന് നമ്മളൊരു എമർജൻസി കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ക്ലോട്ടാണേലും ഇതാണേലും നമുക്ക് അറസ്റ്റ് ചെയ്യാനാവും. നമുക്ക് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് ഇത്രയും കൂടെ റിക്കവറി എളുപ്പമായിട്ട് വരും. അതുപോലെ ഇതിലെ സാധ്യതയാണ് ഞാൻ എപ്പോഴും നമുക്ക് ഈ രക്തക്കുഴൽ പൊട്ടിയിട്ടുള്ളതിൽ പിന്നെ വരുന്ന ആ ഒരു ആയുർവേദത്തിൽ എപ്പോഴും നമ്മുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കൂടുതലും ചെയ്യാനാവുക. നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഏത് ടൈപ്പാണെന്ന് എപ്പോഴും നോക്കിയിട്ടാണ് ഇതിന് ട്രീറ്റ്മെൻറ്റും കൊടുക്കേണ്ടത്. അല്ലാതെ പക്ഷാഘാതം ആസച്ച് ഒരു ഇതെടുത്തിട്ട് ഒറ്റ ട്രീറ്റ്മെൻ്റ് അല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഇതിൻ്റെ കാരണം മനസ്സിലാക്കി എപ്പോഴും ഒരു ക്ലോട്ട് അവിടെ ഒരു ഇതും കൊണ്ടുണ്ടാവുന്ന ഒരു പക്ഷാഘാതം പറഞ്ഞല്ലോ, അതിലെപ്പോഴും നമ്മൾ വീണ്ടും അവിടെ ചാൻസ് ഉണ്ട്, നമുക്ക് ക്ലോട്ട് വരാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതേസമയം രക്തക്കുഴൽ പൊട്ടുന്നത് കൂടുതലും BP ഉള്ള കണ്ടീഷൻസിലൊക്കെ ആവാം. അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് അവരെ ഒന്ന് അവെയർ ചെയ്യിപ്പിക്കുക. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്കിതിൻ്റെ ഒരു നല്ല റിക്കവറി കൊടുക്കാനാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് റിക്കവറി. സ്ട്രോക്കിന് ശേഷം നമുക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ ലൈഫ് പോയി, നമ്മൾ തളർന്നു പോയി. ആ ഒരു രീതിയിലല്ല. പല കേസുകളിലും ഒരു 1 ഇയർ മുന്നേ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് റിക്കവറി തന്നെ പല കേസുകളിലും നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, ഏത് രക്തക്കുഴലിനെയാണ്, ആ ടൈമിൽ എത്ര നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത്, പിന്നെ അതുവരെയുള്ള ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. പക്ഷേ നല്ലൊരു എമർജൻസി ആയിട്ട് കൊണ്ടുപോയി നമുക്ക് ഓരോ പേഷ്യൻസിനെ അസസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, എത്രമാത്രം അവർ റെസ്പോണ്ട് ചെയ്യുന്നു, അവരുടെ ആക്ടിവിറ്റീസ് ഇതെല്ലാം ചെയ്തിട്ട് നമുക്കതിൽ റിക്കവറി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയാണേലും നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിലാണേലും ചുറ്റുപാടാണേലും സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളും ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക. ഇതിപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായല്ലോ ഏത് ടൈമിലുണ്ടാവുന്നു, എങ്ങനെയാണ് അതിൻ്റെ സിംറ്റംസ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പാണ്, ഏത് ബ്ലഡ് വെസലാണെന്ന് പോലും കൃത്യമായിട്ട് പറയാനാവും. ഏത് മീഡിയലാണോ, ആൻറ്റീരിയർ ആണോ, പോസ്റ്റീരിയർ ആണോ, ഏത് ബ്ലഡ് വെസൽ, എങ്ങനെയാണ് ഇത് വന്നതെന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാനാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ ഒരു എമർജൻസി കണക്കാക്കി അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം റീഹാബിലിറ്റേഷനിൽ ആയുർവേദത്തിലും വളരെയധികം ചെയ്യാനാവും.